നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽജി ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിനിമ മേഖലയിലെ അവാർഡായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡിന് അർഹനായി. അത് ആദരണീയ പ്രസിഡൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുഭാവികൾക്കെല്ലാം ശക്തമായ ഞങ്ങളുടെ സപ്പോർട്ട്. സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് നിലയിൽ കൂടി ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. മറ്റൊന്ന് രഘുവംശപ്രസാദ് രാഷ്ട്രീയ ജനതാദളിൻ്റെ, ഞാൻ അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു RJD. രഘുവംശപ്രസാദ് സിംഗ് എൻ്റെയൊക്കെ വളരെ അടുത്ത ഒരു സുഹൃത്ത് പറയാൻ പറ്റില്ല. അദ്ദേഹം എത്ര ഉന്നതനാണ്, എന്നാലും വളരെ അടുത്ത് ഇതല്ല. അദ്ദേഹം തൻ്റെ ചരമദിനം ആണ് അദ്ദേഹത്തെ ആദരാഞ്ജലികൾ. മറ്റൊന്ന് CK അബു, ചങ്ങഞ്ചേരി കൊച്ചഹമ്മദ് മകൻ അബു, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. നല്ലൊരു കോൺഗ്രസ്സുകാരനും നല്ലൊരു മനുഷ്യസ്നേഹി, നല്ലൊരു പരോപകാര സ്നേഹിയായിരുന്നു. തണ്ടക്കാട് സ്കൂളിലെ മാനേജർ, പള്ളി പ്രസിഡന്റ്, വരുമ്പോൾ പടത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട ആൾ. TH മുസ്തഫയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെ ആത്മാവിന് നിത്യശാന്തി നേർന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അള്ളാഹുയെ എല്ലാ പാവവും പുറക്കാൻ ഞാൻ പറയില്ല, അങ്ങനെ ഇപ്പോൾ തെറ്റാണ്. എന്നാലും ഞാൻ പള്ളിയിൽ പോയപ്പോൾ മുസ്ലിം വിളിച്ചു, ഈ മനുഷ്യൻ എല്ലാ പാവങ്ങളും പുറത്തു കൊടുക്കുന്നത്. അങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യന് എന്തെങ്കിലും പാവം ഉണ്ടെങ്കിൽ പടച്ചിനെ പുറത്തു പറയുക, പാവമില്ലാതായി കൂടെ. അപ്പോൾ മുൻകൂർ നമ്മൾ പാവി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭൗതിക ജീവിതത്തിനിടയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, ഉണ്ടെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിൽ അത് പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു വിനീത പൈസ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ ഈ ഷാ വിഷൻ തുടങ്ങിയത് കൊറോണ കാലത്ത് എല്ലാം അടിച്ച് വീട്ടിലിരുന്നപ്പോൾ വാസ്തവം ഞാൻ ഒരു നേരം സമയം പോക്കാനല്ല എങ്കിലും അങ്ങനെ തമാശ തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ശക്തമായ മാധ്യമമായും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു, കാരണം അതാണെങ്കിൽ ഇന്നലെയൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും കവറേജ് അല്ലെങ്കിൽ എണ്ണം കൂടുമ്പോഴേ നമുക്ക് അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്. എന്നേക്കാൾ ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ CK അബു സാഹിബ് തന്നെ, CK അബു എൻ്റെ സുഹൃത്തിനേക്കാൾ ഇത്ര വലിയ മനുഷ്യനാണ്, സമ്പന്നനാണ്, വിദ്യാഭ്യാസമുണ്ട്, കോൺഗ്രസ് നേതാവാണ്. പക്ഷെ അദ്ദേഹം പോലും ഞാനൊന്ന് വരുന്നത് നോക്കി, ഗൂഗിളിൽ അടിച്ചു നോക്കി, എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടുമോ അറിയുവാണ്. പക്ഷെ ഒന്നും കണ്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, പാവം മൊയ്തീൻ ഷാ, ഹാജി മൊയ്തീൻ ഷാ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ 4-5 പേജ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അഹങ്കരിക്കല്ല, അതിനർത്ഥം നമ്മൾ രംഗത്ത് പ്രവർത്തിക്കുന്നത് അവർ പോലും ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തുമാവട്ടെ, ഇപ്പോൾ 2 സംഭവം, ഒന്ന് ലോക വാർത്തയും ഒന്ന് സംസ്ഥാന വാർത്തയും, മൂന്നാമത് ദേശീയ വാർത്തയുണ്ട്. അത് 3 ചുരുക്കിക്കൊണ്ട് പറയാം. നമുക്ക് ലോക വാർത്തയിൽ കടന്നാൽ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കാണാതെ ഇന്ത്യയിലെ പോലും ചില പ്രസ്ഥാനങ്ങളും വ്യക്തികളും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെന്നാണ് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടും. നിങ്ങൾ മനസ്സിലാക്കണം, ചിറ്റഗോങ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ പട്ടണമാണ്, തുറമുഖ പട്ടണമാണ്. അവിടെ അമേരിക്കയുടെ ചാരസംഘടന അമേരിക്ക പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞു. ഒരു 2-3 മാസം മുൻപ് ബംഗ്ലാദേശ് സമരം ചെയ്ത് പുറത്ത് വന്ന് ആ ഭരണകൂടത്തെ പുറത്താക്കുന്നതിന് മുമ്പായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു ലോകത്തോട്, ഇന്ത്യയുടെ ചില ഭാഗവും ഇതിൻ്റെ ബംഗ്ലാദേശിലെ ഭാഗം ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമം നടത്തേണ്ടത്, അത് ഞങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കേട്ട് വർഷം മുമ്പ്. നിങ്ങൾ അറിഞ്ഞല്ലോ, ഇതുപോലെയാണ് ഇസ്രായേൽ കൊണ്ട് സ്ഥാപിച്ച് ബ്രിട്ടൻ അമേരിക്കയും. ഇപ്പം ബ്രിട്ടൻ അംഗീകരിച്ചിട്ടല്ലോ, അതൊന്നും ആത്മാർത്ഥം അറിയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ഭാവിയിൽ ഇന്ത്യയും ചൈനയും എതിർക്കാനുള്ള ഒരു നാമ്പ് രൂപീകരിച്ച് കഴിഞ്ഞു അമേരിക്ക. സഖാക്കളെ, സംഘികളെ, കൃസംഘികളെ, നിങ്ങൾ എന്ത് മനസ്സിലാക്കി? എന്താണ് ലോകത്തിൻ്റെ പോക്ക്? വല്ല മനസ്സിലാകുന്നുണ്ടോ?
ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിങ്ങളോട് കാര്യം പറയട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ. ലിസ്റ്റ് വരെ അടുത്ത സെൻസസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? മുസ്ലിം സമുദായമേ ബുദ്ധിയുണ്ട് ചിന്തിക്കുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന മുമ്പ് 200 വർഷം മുൻപ് ഒരു എന്തെങ്കിലും വിഷയം ഇന്ത്യയിൽ ഉണ്ടായോ ജാതി സംബന്ധമായിട്ട്? ഒരു വിഷയം ഉണ്ടായില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ വല്ല പകർച്ചവ്യാധിയൊക്കെ വരുമെന്നല്ലാതെ ഒരു ഉണ്ടായില്ല. ഈ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമല്ലേ 20% വരുന്ന 30 കോടിയോളമുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കോളാമ്പിക്ക് തൂക്കിയ ഓട് കേട്ടോ, അത് ശൈലിയുണ്ട്. കോളാമ്പിക്ക് തൂക്കി ഓടുന്നത് ഒന്നും കൊല്ലാതാക്കില്ല. ഇവൻ മൊയ്തീൻ ഷായി പോലും ഒന്നിനും സമൂഹത്തിനൊന്നും കൊല്ലാത്ത ഒരു സമൂഹ വിരുദ്ധരാക്കിയില്ലേ ഈ ഇന്നത്തെ സംഘപരിവാർ. ആ സംഘപരിവാറിൻ്റെ നേതാവ് ആരാണ്? അതാ വളർത്തിയത് ഈ ബ്രിട്ടീഷ് കോമരങ്ങളല്ലേ. ഡിവൈഡ് ആൻഡ് റൂൾ എന്നല്ലേ ഞാൻ പറഞ്ഞു. ആൾക്കാർ അത്ഭുതം വിട്ടുവാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന എൻ്റെ ഗ്യാങ് ഉണ്ട് 30 പേരോളം അടങ്ങുന്ന മനഃശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രജ്ഞന്മാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ, പിന്നെ ഫിലോസഫിസ്റ്റുകളൊക്കെ അടങ്ങുന്ന ബുദ്ധിജീവികളുടെ ഒരു ഗ്യാങ്ങാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ വായിക്കൂടി പറയുന്ന മാത്രമേ ഉള്ളൂ. എനിക്കിതൊന്നും ഒരു കഴിവില്ല. ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു പാവ കർഷക കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി, ഒന്നിനും കഴിവില്ലാത്ത ആൾ. മനുഷ്യജീവനാണോ 10-7 വർഷം ലോകത്ത് ജീവിച്ചു നിൽക്കാവുന്ന ഒരു ഇതുമില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള ഗ്യാങ് വളരെ ശക്തരാണ്. അവരെ പറഞ്ഞത് ഇപ്പം ഇന്ത്യ ഭാരതത്തിൽ ഇന്ത്യക്ക് തലവേനയാവോ? അമേരിക്കയോട് നമ്മൾ എതിർക്കേണ്ടി വരില്ലേ? പറയുന്നത് ചൈനയെ എതിർക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും അവർ നോട്ടപ്പുള്ളി ചൈനയല്ല, ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിൽ ഇന്നത്തെ ഭരണകൂടം ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് ശക്തമായ വെല്ലുവിളിയാണ്. കാരണം ഒക്കഫ് ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കഫ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കൂടുതൽ 200 ഇരട്ടി സ്ഥലങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായത്തായിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് കണക്കുണ്ട്, എല്ലാ കണക്കുണ്ട്. അത് നെറ്റിലടിച്ചാൽ കിട്ടും. ഇപ്പോൾ KC കിട്ടും, അല്ലെങ്കിൽ BJPയുടെ സംഘപരിവാറിൻ്റെ മാസികയിൽ കിട്ടുമെങ്കിൽ വായിച്ചാണല്ലോ. എത്ര സ്ഥലമുണ്ടോ ഇന്ത്യയിൽ ഒക്കെ ബോർഡിന് അതിൽ 200 ഇരട്ടിയുണ്ട്. 2% മാത്രം വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽ, അതും 1% താഴെ വരുന്ന കത്തോലിക്ക വിഭാഗത്തിന്. അവർ ഈ സ്വത്ത് മതം, മറ്റു സ്വത്തുക്കൾ വേറെ, ഇതെല്ലാം കണക്കെടുത്ത് വച്ചിരിക്കുകയാണ്. ഇതെല്ലാം അരിച്ച് ഒഴിഞ്ഞ സംഘപരിവാർ അത് തിരിച്ചെടുക്കും, ഒരു സംശയക്കാത്തിലില്ല. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായത്തെ അനങ്ങാൻ പറ്റില്ല. ഇനി പഴയ ശബ്ദം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. സോണിയാഗാന്ധിയുടെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ആകെ 2% ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ. കേരളത്തിലാണെങ്കിൽ 15% 5% കൺവേർട്ട് 10% ഉള്ളൂ. ആ 10% ഉള്ളപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ക്രിസ്ത്യൻസ് മുഴുവൻ ഭരണത്തിൽ വന്നാലും എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല, വ്യക്തികൾ എനിക്ക് ഇഷ്ടവുമില്ല. പക്ഷെ ജനാധിപത്യത്തിൽ വോട്ടല്ല വലുത്, ഒരാൾക്ക് ഒരു വോട്ടല്ലുള്ളൂ. അപ്പോൾ 10% ഉള്ളവരിൽ നിന്നാണ് ഉമ്മൻചാണ്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് നേതാക്കളെ കുറ്റപ്പെടുത്തല്ല. എങ്ങനെ UDF ജയിക്കുന്ന ആളുകളോട് ഇതൊക്കെ നല്ല പറയേണ്ട കാര്യമുണ്ടോ? ഉമ്മൻചാണ്ടി ആരായിരുന്നു? ചെയർമാൻ. ഇന്നാൾ മരിച്ച PP തങ്കച്ചൻ കൺവീനർ. പിന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജോണി നെല്ലൂരിനെ സെക്രട്ടറി ആക്കി. 10 പ്രധാന നേതാക്കൾ, നമ്മൾ 10 പ്രധാന നേതാക്കളിൽ ആ തൊപ്പിക്കാരൻ ആസാദും പിന്നീട് ഇപ്പോഴത്തെ ഗാർഗി കഴിഞ്ഞ് ബാക്കി 8 പേരിൽ, രാഹുൽ ഗാന്ധി, സോണിയ കഴിഞ്ഞ ബാക്കി 6 പേരും കേരളത്തിലെ ഈ 2% ജനസംഖ്യയിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ ആളായിരുന്നു. PC ചാക്കോ, KV തോമസ്, AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിലാണ്. പിന്നെ ആ സംസാരിക്കാൻ അറിയാത്ത, മലയാളം അറിയാത്ത ടോം വടക്കനൊക്കെ. ഇവരെല്ലാം BJPക്ക് ഭരണം കിട്ടിയപ്പോൾ കോൺഗ്രസ് ഇട്ടുകൊണ്ട് പോയില്ലേ? അന്ന് ഞാൻ പറഞ്ഞു CP ജോണൊക്കെ, CP ജോണിക്ക് UDFിൽ അടുപ്പുള്ള നേതാവ്. ഞാൻ പറഞ്ഞു, സാറേ ഇത് അപകടമാണ്. ഒരാൾക്ക് ഒരു വോട്ടുള്ളൂ. അത്തവണയും ഭരണം പോയി, രണ്ടാമത്തെ തന്നെ പോയി, മൂന്നാമത്തെ വണ്ണം UDF ഭരണം പോവാണ്. അറബി സർവകലാശാല ഇന്നലെ പറഞ്ഞു, കുഞ്ഞാക്കയുടെ മണ്ഡലത്തിനും പറഞ്ഞു, ലീഗിൻ്റെ മണ്ഡലത്തിനും പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മണ്ഡലത്തിനും പറഞ്ഞു, കാന്തപുരത്തെ കാര്യം പറഞ്ഞു. നിങ്ങൾക്കൊന്നും ഒരു ദീർഘവീക്ഷയുള്ള ഒരു ഇതുമില്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്നതിന് ശേഷമാണ് ഇത്രയും ലോകത്ത് ഏറ്റവും വലിയ മുസ്ലിം സമൂഹമുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളെ 30 കോടിയുണ്ടെന്ന്, 20% ഉണ്ട്. കോളാമ്പിക്ക് നോക്കി ഓടുന്ന വെച്ചാൽ പിന്നെ അത് ഒന്നും കൂടില്ല, നമുക്ക് ആക്കിയത്. ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾക്ക് 2nd പൗരം പോലും എടുത്തുണ്ടോ? 3rd പൗരത്വമുണ്ടോ? നിങ്ങൾ ഫീൽഡിൽ ആലോചിച്ചു. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ കയറി ചെന്നാൽ ഇന്ന് സത്യം പറയാം, നമ്മളത് ഒളിച്ചു വെച്ചെടുത്ത കാര്യമല്ലേ? ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ചെയ്യുന്നുണ്ടോ?
കാരണം സംഘപരിവാറിൻ്റെ അല്ല, BJPയുടെ അല്ല, കോൺഗ്രസിൻ്റെ അല്ല, മുസ്ലിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും എന്താണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അത് പരിഹാരം നോക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും സോണിയയുടെ കാല് തിരുമി, അല്ലെങ്കിൽ രാഹുലിൻ്റെ കാല് തിരുമി, അല്ലെങ്കിൽ ഇവിടെ പിണറായി കാല് തിരുമി നക്കപ്പിച്ച് ഒരു MLA MP കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം. അതല്ലടോ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ പറഞ്ഞുതരാം എന്താണെന്ന്. നിങ്ങൾ സമുദായത്തിന് വേണ്ടി ബാധിക്കാത്ത കാലം നിങ്ങൾ രക്ഷപ്പെടില്ല. ഇപ്പോൾ ഒരു കാര്യം പറയാം, UDF ഒരു കാര്യം പറയാം, വിഷയം മാറിപ്പോന്നറിയില്ല. 2020 എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് കൂടെ വരുത്തി 4-5 സീറ്റ് അവർക്ക് കൊടുത്ത് ആ വോട്ട് കിട്ടുന്ന ഒരു ചാനൽ പൈസ കൊടുത്ത് പറയിപ്പിക്കുകയാണ് ചാനൽ. ആ ചാനലുകാർ പറഞ്ഞു ഇന്ന സീറ്റിൽ ഇന്നത്തെ വോട്ടുണ്ട്, 20,000-30,000 വോട്ടുണ്ട് എന്ന്. ആകെ വോട്ട് എത്ര ഉണ്ടോ UDF നേതാക്കളെ? ക്രിസ്ത്യൻ സമുദായത്തിൽ 2020 ആയാലും 30 ആയാലും ആകെ എത്ര വോട്ടുണ്ട് കേരളത്തിൽ? അതിലേ വരുള്ളൂ. ഭൂമിയുടെ മാസ് എന്ന് പറയുമ്പോഴാണ് മൊത്തം ഇത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കും 4-5 സീറ്റ് കൊടുക്കണം. 100ഓളം ക്രിസ്തീയ സമുദായ നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് കേരളത്തിൽ. അവരെല്ലാം അർഹരാണെന്നേ, ആരും മോശമല്ല. നമ്മൾ CP ജോൺ സാറ്, അനൂപ് ചാക്കോ, അങ്ങനെയൊക്കെ അവരാരും മോശക്കാരുമില്ല. പക്ഷെ എങ്ങനെ 100 പേർക്ക് കൊടുക്കും? ജനസംഖ്യയ്ക്ക് അനുവാദമായിട്ട് കൊടുത്താൽ ഈ പ്രശ്നം തിരിയും. അങ്ങനെ ഒരു 15%, 10%, 15% എത്ര സീറ്റ് കൊടുക്കാം? 14, 19, മാക്സിമം വന്നാൽ 20 സീറ്റാണ്. അപ്പോൾ ബാക്കി 80 പുറത്ത് നിൽക്കാല്ലേ? 80 തിരികെ കയറ്റി എന്ത് പറ്റും? വോട്ട് പോവും, ഭരണം പോവും. ഞാൻ നിങ്ങൾ വേറെ കാര്യം പറയാം, സങ്കടം കൊണ്ട് പറയാണ്. ഡോക്ടർ K. രാധാകൃഷ്ണൻ ഉണ്ടായില്ലേ? രാധാകൃഷ്ണൻ നിങ്ങൾ PSC ചെയർമാനാക്കി, സംസ്കൃത സർവകലാശാല വൈസ് ചെയർമാനാക്കി, ഒക്കെ ശരിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് കൊടുക്കുന്ന ഒരു സീറ്റ് മാത്രമാണ് ധീവരന്മാർക്ക് കൊടുക്കുന്നത്. അവർ 3% മറ്റുണ്ട്. 3%, 13, 40, 4-5 സീറ്റ് അർഹതവർക്ക് കൊടുക്കില്ല. അത് മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിൽ 4 സമുദായം കൊടുക്കും. പിന്നെ ഇവിടെ കൊടുക്കും. ബാക്കി ഒരു സീറ്റായാലും കൊടുക്കാതെ ഒതുക്കിയാണ് അവസാനം BJP പോയത്. ഇപ്പം ഇത് വൈപ്പിൽ ഒരു ഉണ്ണികൃഷ്ണൻ മറ്റോട് പേരുണ്ട്, അത് ജീവനാണ് എനിക്ക് പോകുന്നത്. ആകെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു MLA ആണ്. അദ്ദേഹത്തെ ഇത്തവണ ഒതുക്കാൻ വേണ്ടി കളിച്ചുകളേ ഗൂഢമായിട്ട് കടകളിൽ കളിയാരാ? അദ്ദേഹത്തെ മാറ്റി സഭ പറയുന്ന ആള് വൈപ്പിൽ ജയിപ്പിക്കാൻ പരിപാടിയാണ്. ഞാൻ സഭ പറഞ്ഞ ആളെ ജയിപ്പിച്ച് എനിക്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വോട്ട് കിട്ടണ്ടേ? ആകെ എത്ര വോട്ടിട്ട് മനസ്സിലാക്കണം. സഭയ്ക്കോ സഭയുടെ കീഴിലുള്ള ക്രിസ്ത്യൻ സമുദായത്തിനോ ആകെ എത്ര വോട്ടുണ്ട്? കേരളത്തിൽ എത്ര ഉണ്ട്? അപ്പോൾ കേരളത്തിൽ കാര്യം എടുക്കാം, ഇന്ത്യയിലെ കാര്യം വിട്ട കാര്യം. നല്ല നിങ്ങൾ എല്ലാവരും അധികാരം മോഹിച്ചാൽ ഞാൻ പറയില്ല, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായർ വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന UDF. അവർ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുകയാണ്. അത് പരസ്യമായിട്ട് രഹസ്യമായിട്ട് കാലുവാരുന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈഴ വിഭാഗത്തിൽ 80% കൊടുക്കുന്ന ആർക്കാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഇത്ര 90% ആവും. അവരും പിടിക്കണം മുഖ്യമന്ത്രി സ്ഥാനം. അടൂർ പ്രകാശും ഉമ്മൻചാണ്ടിയും ട്രിവാൻഡ്രത്തിലെ നായരുടെ ശിവകുമാർ കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഭരണം കളഞ്ഞത്. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ സതീശ നിങ്ങൾക്ക് വിവരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എന്തായിരുന്നു പോരായി കേരളത്തിൽ? എന്ത് തെറ്റാ അവർക്കൊട്ടേത്? അവസാനം സേതാ കേസിലേക്ക് ഒതുക്കി നശിപ്പിച്ച് കളഞ്ഞപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിയോ? അപ്പോൾ ഈ 3 പേരും കൂടി ഉമ്മൻചാണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ഏതെങ്കിലും ഭരണം കിട്ടി നമുക്ക് കിട്ടൂല, VM സുധീരനോ അല്ലെങ്കിൽ രമേശോ മുഖ്യമന്ത്രിയാവും. ഞാൻ സരിത കേസും പറഞ്ഞ് സോളാർ കേസും പറഞ്ഞ് കയറി എടുക്കണം, എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഭരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം 800 കടുംപെട്ട് നിയമങ്ങൾ ആലപ്പുഴയിലെ കരിക്കൻ ഒക്കെ ഉൾപ്പെടെ അങ്ങനെ ഭരണം പോയത്. മറ്റൊന്ന് അറബിക് സർവകലാശാല കരുതിക്കൂട്ടി മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് പോയാൽ മാത്രമേ UDF തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ബോർഡിനെ പോറ്റിയുള്ള ഉമ്മൻചാണ്ടി എന്നറിയോ? ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടി അറബി സർവകലാശാല മിണ്ടിയില്ല. അത് മണ്ടനായ കുഞ്ഞാക്കായും പിന്നെന്താണ് ബഷീറും, സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അറബി സർവകലാശാലയെക്കുറിച്ച് മിണ്ടിയില്ല. ഒരു പാര വെച്ച് ലീഗുകാർ. അതേസമയത്ത് സംസ്കൃത സർവകലാശാല തുടങ്ങി. ആ ഒരു വ്യക്തി, ആ ഒരു വിഷമം മുസ്ലിം സമുദായത്തെ ഉള്ളത് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും അതൊന്നും കുഞ്ഞാക്കൊക്കെ UDF മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. UDFിൻ്റെ നേതാക്കൾ മുല്ലപ്പള്ളിയും പറഞ്ഞ് അമ്പലത്തിൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ APC പ്രസിഡൻ്റായിക്കോണം ഭരണം കിട്ടിയത്. ഏടോ മുല്ലപ്പള്ളി സാറേ, നിങ്ങൾ APC പ്രസിഡൻ്റായിക്കാൻ സീറ്റ് കൂടുതൽ കിട്ടിയെങ്കിൽ ബാക്കി 2 മണ്ഡലം സതീഷ് ഒന്ന് ശ്രദ്ധിക്കുക. 2 അസംബ്ലി ഇലക്ഷൻ നടന്നില്ലേ, 2 ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നില്ലേ? അവിടെയെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോയി. അവിടെ ഉണ്ടായില്ലേ അമ്പലമൊക്കെ? ശബരിമല അമ്പലം അപ്പോഴും ഉണ്ടായില്ലേ? അതല്ല കാരണം. ഈ മുസ്ലിം സമുദായം
അല്പം തിരിഞ്ഞു. ഇപ്പോഴും തിരിയാനുള്ള സാധ്യത കാണുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ മനസ്സിലായി, പശു പാല് വയ്ക്കുക എന്നതിന് അറിയില്ല, കാള പാല് വയ്ക്കുക അറിയാൻ പറ്റുന്നില്ലേ. ഇപ്പോഴും 2020 പണം കൊടുത്ത് ചാനലിൽ കൂടെ പറയിപ്പിക്കല്ലോ, അവർക്ക് 4-5 സീറ്റ് കിട്ടും, 4-5 ക്രിസ്ത്യൻസ് കയറും, ഇവിടുത്തെ എടുക്കണം. അപ്പോൾ എങ്ങനെ ഏതാണ്ട് 50-60 സീറ്റ് ക്രിസ്ത്യൻ സമുദായത്തിൽ വേണം, അത് പരമാവധി ജയിപ്പിച്ചെടുക്കാൻ നോക്കും. അങ്ങനെ ബാക്കി ഇവിടെ കിട്ടും. മുസ്ലിം സമുദായത്തിൽ കൊടുക്കും. അവർക്ക് ജനസംഖ്യക്ക് ആനുപാതികം കിട്ടുന്ന 50 സീറ്റ്. 50 സീറ്റ് ഇത്തവണ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ UDF കൊടുത്തില്ലെങ്കിൽ അതാ പോവാന്ന മലക്കോയില് സഭ ഗുണ തികച്ചും പ്രതികരിക്കും. മറ്റൊരു ദാക്ഷിണ്യായിരിക്കില്ല. എന്താ ചെയ്യേണ്ടത്? ഒരു മുഖസ്തുതിയും വേണ്ട. ഒരു ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ ആ സ്ഥാനമാനങ്ങൾ പങ്കിടണം. അതിൽ കളിക്കാതെ ഇപ്പം തന്നെ ഒരു സീറ്റിൽ 1 കോടി 5 കോടിയായിട്ട് വാങ്ങിച്ച ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരു മലയാളി, അയാളും അയാളുടെ ഭാര്യയിലെ ഒരു കൂട്ടുകാരി പെണ്ണുള്ളൂ. അത് സീറ്റ് കുറച്ച് കഴിഞ്ഞാണ് രഹസ്യമായിട്ട് കിട്ടുന്നത്. കോടികൾ വാങ്ങിയെന്ന് പറഞ്ഞേ. ചിലപ്പോൾ ജയിക്കില്ലായിരിക്കും, എന്നാലും അവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയാൽ മതിയല്ലോ. അത് വിലയല്ലേ? ഒരു അസംബ്ലി സീറ്റ് മത്സരിക്കാൻ സ്ഥാനാർത്ഥി UDF ആകാന്ന് വെച്ചാൽ അത് വലിയ വിലയാണ്, പ്രത്യേകിച്ച് വേൾഡ് ലെവലിൽ. എത്ര കോടി വാങ്ങിച്ചിടണം? എന്തെല്ലാം അഴിമതി ആരോപണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണം ഇല്ലെങ്കിൽ പോലും ഭരണക്കാർ പിന്നെ കമ്മൂണിസ്റ്റ് പറയണ്ടല്ലോ, അഴിമതി ഉത്തരങ്ങളല്ലോ. ഇതൊക്കെ ചെയ്ത് ഈ പുറത്തേക്ക് 1 കോടികളും മുസ്ലിങ്ങളുടെ വോട്ട് കണ്ടുകൊണ്ടാണ് ഈ തുണി അഴിക്കുന്നതെങ്കിൽ സതീഷ മോനെ അത് വേണ്ട. നിങ്ങളുടെയൊക്കെ ഉള്ളിലെ പ്രവർത്തനം എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അവർ ശരിക്ക് പുസ്തകം തുറന്നു വയ്ക്കുമ്പോൾ മനസ്സ് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഭയപ്പെടാനില്ല. പക്ഷെ അഭ്യാസം മാറ്റിവെച്ച് ന്യായമായിട്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും തുല്യ നീതി കിട്ടത്തിൽ സ്ഥാനമാണെങ്കിൽ പങ്കിടണം. അല്ലാതെ കുറുക്ക് വഴി എടുത്ത് അവിടെ ഒരു സീറ്റ്, ഇപ്പോൾ നായർ സമുദായത്തിൽ എത്തേണ്ടത് ഇപ്പോൾ 9% ഉള്ളൂ. അവർക്ക് കിട്ടാൻ സീറ്റ് എത്രയുണ്ട്? 10% 14, അപ്പോൾ 13 സീറ്റാണുള്ളൂ. അവർക്കൊണ്ട് 19 സീറ്റിൽ ഉന്നം. അപ്പോൾ ഇവിടെ കൊടുക്കും. രമേഷ് പിഷാരടി, മറ്റേ പണിക്കരോ ഒക്കെ അവരെല്ലാം പേരും എവിടെ കൊടുക്കും? ഒന്ന് ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തിലെ മണ്ടന്മാരെ. ഞാൻ സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്ഥാനം വെറും നിൽക്കുന്നതല്ല, അതാണ് നല്ല. എന്നാൽ എനിക്ക് സിനിമാക്കാരോട് പ്രത്യേക താല്പര്യവും എതിർപ്പും ഇല്ല. ഒരു സിദ്ദീഖ് മഹാണ്ടല്ലോ, അമ്മയുടെ സെക്രട്ടറി ആൾ, ആ മഹാനെ ഒതുക്കാൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ പാർലമെന്റ് സീറ്റ് വെച്ച്, അപ്പോൾ അത് പങ്കുകൂടെ, അപ്പോൾ 20 പറ്റൂല. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ സീറ്റ് ഉറപ്പ് വെച്ചാണ്. ആ സമയത്ത് 10-25 വർഷം നടന്ന ഒരു പെണ്ണ് കൊണ്ട് കേസ് നടത്തി അയാളെ തകർത്തുകളില്ലേ. എനിക്കിപ്പോൾ അയാൾ അസംബ്ലി കാണുന്നതൊന്നും ആർക്കൊന്നുമില്ല. ഞാൻ യോഗത്തിൽ ക്ഷണിച്ച് എല്ലാം സമ്മതിച്ച അവസാനം എല്ലാ മനുഷ്യനും വരാത്ത, അതാണ് വ്യക്തിയായിട്ട് എനിക്കുള്ള ബന്ധം. എന്നിട്ട് ഞാൻ പറയുകയാണ്, സാമൂഹ്യ നീതിയുടെ പക്ഷം നിൽക്കുമ്പോൾ ഞാനത് മറ്റേ അദ്ദേഹത്തെ കൊണ്ട് അവസാനം വേറൊന്നുമില്ല. അതായത് യമനിൽ വെച്ച് ഫാദർ ടോം ഉഴുന്നാലിനെ മതപ്രച നടത്തിയ പേരിൽ അകത്തിട്ട്, അത് ന്യായമല്ല. അത് ഞങ്ങൾ ഇടപെട്ട് ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അത് വീട്ടിൽ ചെന്ന് ഞാൻ നേരിട്ട് പോയി ക്ഷണിച്ചാണ്. ഈ സിദ്ദീഖിനെ വരാമെന്ന് പറഞ്ഞാണ്. സമയം പോലെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു, കാലുവാരി പോട്ടെ കള്ളനായതുകൊണ്ട്. ഞാൻ പിന്നെ വർമാജി ഞാൻ യോഗത്തിൽ വെച്ച് അത് പ്രസംഗം ചെയ്ത്. അപ്പോൾ ഞാൻ എന്താ ജനങ്ങളോട് പറഞ്ഞത്, വർമ്മ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് വർമ്മ സാർ ഞാൻ വന്നില്ല എന്ന് ഞാൻ തന്ത്രമായിട്ട് പറഞ്ഞത്. തട്ടിപ്പില്ല കാണിച്ചത്. അഭ്യാസം എടുക്കേണ്ട സ്ഥിതിക്ക് എങ്കിൽ ഞാൻ നിങ്ങൾക്കൂടി വാദിക്കണം. എന്താ കാരണം? ഒരു സമുദായത്തിൽ മറ്റുള്ള കിട്ടുമ്പോൾ കിട്ടണ്ടേ? ഇപ്പോൾ നമ്മൾ മോഹൻലാലിന് അവാർഡ് കൊടുത്തത് എല്ലാ രീതിയിലും നമ്മളതിനെ അനുകൂലിക്കുകയാണ്. ഫാൽക്കെ അവാർഡും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 10 ലക്ഷം രൂപ എന്നിട്ട് ഫലമൊക്കെയാണ്. ഇപ്പോൾ 23ാമത്തെ കൊടുക്കുന്നത്. 2021 ഇന്നലത്തെ അല്ല പറയുന്നത്, 25 അന്നത്തെ കണക്കാണ്. അല്ലാതെ ഇന്നത്തെ ആകുമ്പോൾ 25 കഴിഞ്ഞ് കിടക്കല 3-4 മാസം. ഞാൻ ചോദിക്കാൻ അതെല്ലാം നമ്മൾ അംഗീകരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. മോഹൻലാലിന് ആ അവാർഡ് കൊടുത്തതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ അഭിമാനിക്കണം. അദ്ദേഹം നമ്മൾ ആശംസ നേർന്നു കഴിഞ്ഞു മനസ്സുമായിട്ട്. പക്ഷെ ഒരു മമ്മൂട്ടി ഉണ്ടല്ലോ കേരളത്തിൽ, അയാൾക്ക് എന്ത് പിന്നെ ഒരു അവാർഡൊന്നും കൊടുക്കാതെ മാറ്റി. എന്ത് കാരണം കൊണ്ടാണെന്ന് BJP ഗവൺമെൻറ് പറയണമെന്ന് ഇന്നിപ്പോൾ അമുസ്ലിങ്ങളായ പല നേതാക്കളും പല സിനിമ വീട്ടിലും ചോദിച്ചു കഴിഞ്ഞു. എന്ത് കാരണം അദ്ദേഹത്തെ കൊടുക്കാതിരിക്കുന്നത്? തകർത്ത് കളഞ്ഞല്ലേ. 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ നീ സംഘ് പരിവാറും കൂട്ടരും BJP കൂടി ചേർന്നിട്ട്
പിന്നെ ഓട് നോക്കിയ കോളാമ്പിക്ക് നോക്കിയ ഓട് പോലെ ആക്കി എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ എന്നിട്ടും അത് ബ്രിട്ടീഷുകാർ ചെയ്തല്ലത് ആ സംഘപരിവാരമല്ലെന്ന് ഞാൻ പറയുന്നത്. അത് വേറെ കാര്യം. അത് ഹേതു എന്നുകൊണ്ട് അടിസ്ഥാനം ബ്രിട്ടീഷുകാരേതാ. കാരണം അവർ ദീർഘമായി 20 വർഷം മുമ്പ് മനസ്സിലാക്കി ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ അവർ സ്വന്തമായി വിട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാര്യയാകുമെന്ന് വെച്ചുകൊണ്ട് അവർ അന്ന് കരുതുന്നത് RSനെ വളർത്തി സംഘർഷം ഉണ്ടാക്കി ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കി. ഈ 200 വർഷം മുമ്പ് വരെ ഇന്ത്യയിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. അത് ഞാൻ പറഞ്ഞില്ല, ചുരുക്കി പറയണം. അപ്പം ഇതൊക്കെയാണ് സംഗതികൾ. അപ്പം അതുകൊണ്ട് മുസ്ലിം സമുദായമേ നിങ്ങൾ ഖുർആനിലും ഹദീസിലും വിശ്വസിക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം എന്നുള്ള നിങ്ങളുടെ വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ആ ഖുർആൻ്റെ വചനം എന്താണ്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാത്ത കാലം എന്നിൽ നിങ്ങൾ സഹായം പ്രതീക്ഷിക്കണ്ട. അതിൻ്റെ നൂല് കെട്ടി അതിക്ക് തരൂല എന്ന് അർത്ഥം ദൈവം അല്ലെങ്കിൽ അള്ളാഹു. താമ്പാതി ദൈവമായി തോന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാത്ത എത്ര കാലം ഏകപക്ഷമായിട്ടോ ദൈവത്തെ എന്തെങ്കിലും പ്രതീക്ഷിക്കണ്ട എന്ന് ഖുർആൻ പറയുന്നത്. അതിൻ്റെ ബൈബിൾ ഗീതയൊക്കെ പറയുന്നുണ്ട്, ഒന്നുമില്ലാന്നല്ലോ. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ എന്താണ്, എനിക്കൊരു MLA ആകണം, വേണ്ടി ഒരു മന്ത്രിയാകണം, അങ്ങനെ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കില്ലേ മണ്ടന്മാരെ. കളമശ്ശേരി ഇലക്ഷനിൽ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കളമശ്ശേരിയിൽ എന്ത് അട്ടിമറി നടന്നു, തൃക്കാക്കര എത്ര അട്ടിമറി നടന്നു. ഇത് വലിയ മനസ്സിലാകുന്ന ലീഗ് ഇബ്രാഹിം കുഞ്ഞ് സാഹിബൊക്കെ ഉണ്ടല്ലോ. എന്താണ് നിങ്ങളോട് തോൽക്കാൻ കാരണം? എന്തോടെ ഇബ്രാഹിം സാഹിബ് നിങ്ങൾ മകൻ നിർത്തി തോൽക്കാൻ? അങ്ങനെ UDF 6000 വോട്ട് UDF LDF മറിച്ചു കൊടുത്ത്, പകരം 6000 വോട്ട് തൃക്കാക്കരയിൽ LDF കോൺഗ്രസ് കൊടുത്ത്. LDF ഈ ഇപ്പോൾ ഉമ്മ നാളെ ഞാൻ പറഞ്ഞില്ലേ 20% ഒരാളുടെ പോലും 30 പേരുള്ള ഒരാളുടെ പോലും ഉമ്മയുടെ ഇതിൽ വന്നില്ല എന്ന് പറഞ്ഞ് ഈ ഉമ്മയെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത കഥയോ. ആദ്യം ഒരു ഹിന്ദുവിനെ വെച്ച് അത് മാറ്റിയിട്ട് പെട്ടെന്ന് വർക്ക് നോക്കുന്ന ഒരു ലിസ്റ്റിലെ ഡോക്ടർക്ക് രാത്രി കൊണ്ടാക്കി. എന്നാൽ അവിടെ ഉമ്മ ജയിക്കണം. അതാർക്ക് ആവശ്യമാണ്? UDFന് ആവശ്യമാണ്. ഈ സത്യം പോലും നിങ്ങൾക്കറിയാവോ? കാരണം അടുത്ത പ്രാവശ്യം കളമശ്ശേരിയിൽ നിന്ന് ഈ രാജീവ് ജയിച്ചേ തീരൂ. അത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാണോ രാഷ്ട്രീയം തെമ്മാടി നടക്കുന്ന രാഷ്ട്രീയത്തിൽ? കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് എന്തറിയാം, ലീഗുകാർ നിങ്ങൾക്ക് എന്തറിയാം? അത് കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതാണ് സത്യം. അത് കമ്മ്യൂണിസ്റ്റ് ചിലപ്പോൾ കോൺഗ്രസ് ചെയ്യും, ലീഗും ചിലപ്പോൾ ചെയ്യും. അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് അടവ് നയം എന്ന് പറയും. ജയിക്കുക, അതാണ് ബുദ്ധി. അങ്ങനെയുള്ള എത്ര സ്ഥലം കോൺഗ്രസ് കാണിക്കും? ഞാൻ അത് കുറേ വിഷമമുണ്ട്. ഈ പാവപ്പെട്ട സമുദായം അധ്വാനിക്കാനും പട്ടിയെ പോലെ പണിയെടുക്കാനും അല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഒരു 10-10,000 പേര് ചിലപ്പോൾ തീവ്രവാദികൾ കൊണ്ടുവരാത്തവരുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതല്ലല്ലോ സമുദായം എന്നാണ് മൊത്തം. ഒരു ടാക്സി സ്റ്റാൻഡിൽ ഒരു ഡ്രൈവർ കുഴപ്പമിച്ചിട്ട് എല്ലാ ടാക്സി ഡ്രൈവറും മോശമാണോ? ഒരു പോലീസുകാരനെ കുഴപ്പമിച്ചിട്ട് എല്ലാ പോലീസുകാരും മോശമാണോ? അതൊക്കെ റെയർ കേസാണ്. ഇപ്പോൾ പോലീസിനോട് കുറ്റം പറയാത്ത ആൾക്കാരില്ല, എല്ലാം കുറ്റം പറയുന്നത്. ചില സംഭവങ്ങൾ ശരിയാണ്, പക്ഷെ അതൊക്കെ റെയർ കേസാണ്. ഇത് പോലീസ് അവരും മനുഷ്യരില്ലേ, അവരും വീട്ടിൽ വരുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾക്കായിട്ട് വന്ന് ജീവിക്കുന്നവരാ. അവർക്കുണ്ട് മാനസിക വിഷയങ്ങൾ. നിങ്ങളറിയോ, കൊല്ലത്ത് ഒരു തങ്ങള് പോലീസ് ചെന്ന് ആക്രമിച്ച് രാത്രി ചെന്ന് മകൻ അന്വേഷിച്ച് കിട്ടിയില്ല, ചവിട്ടി കൊന്നോളൂ. എന്താ കാരണം? ആ SIക്ക് 12 മണിക്ക് ഡ്യൂട്ടിയാണ് പോലീസ്, 8 മണിക്കല്ല. വീട് 12 മണിക്ക് കൊടുത്ത്, അങ്ങനെ 24 മണിക്ക് ഡ്യൂട്ടി ആയിട്ട് വീണ്ടും ആളില്ലത് ഇയാളെ ഏൽപ്പിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഭ്രാന്ത് പിടിക്കില്ലേ? ആ സമയത്താണ് വീട്ടിൽ പ്രതി അന്വേഷിക്കലെന്ന്. പ്രതി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന് പഠിച്ച് ചവിട്ട് വന്ന് ചെയ്ത് ആൾ മരിച്ചുപോയി. അത് ശരിയാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പോലീസിലും മനുഷ്യരാണ്, നമ്മളുള്ളവർ തന്നെ പോലീസുള്ളൂ. അവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കണം. അല്ല, പോലീസ് പ്രത്യേക വർക്കല്ല. ബൈബിൾ ഖുർആൻ പറഞ്ഞില്ലേ, ഭരണകൂടങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നിന്ന് ഒരുത്തരാണ് നിങ്ങളെ ഭരിക്കാൻ വരുന്നത്. അപ്പം നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും അവർക്കും ഉണ്ടാവും. ദാറ്റ്സ് കറക്റ്റ്. അതൊരു പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ മുസ്ലിം ലീഗുകാരും എല്ലാവരും മനസ്സിലാക്കണം, സംഗതി അത്ര ഈസിയല്ല. ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം. ഇപ്പോൾ GSTയുടെ കുറവുണ്ട്, ചില സാധനങ്ങൾ വരുന്ന ഞാൻ മരുന്ന് വാങ്ങിക്കുന്നു. അപ്പോൾ 7 രൂപ കുറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബീഹാർ ഇലക്ഷൻ കിടക്കാണ്. ഇന്ന് നമ്മുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, BJPയുടെ മന്ത്രി, ക്രിസ്ത്യൻ മന്ത്രി, പേരൊക്കെ ആരും ഓർത്തിരിക്കുന്നത്. അദ്ദേഹം പറയാണ് പെട്രോളിൽ വില കുറച്ചാൽ സിലോണിൽ പെട്രോൾ വില കുറച്ചിട്ടാണ് അവിടെ ഇപ്പോഴുണ്ടായത്, അത് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് വില കുറക്കാത്തത്. ഈയിടെ പൊന്ന് മന്ത്രി, നിങ്ങൾക്ക് മനുഷ്യനാണോ? $140 വില ഉള്ളപ്പോഴാണ് മൻമോഹൻ സിംഗ് 76 രൂപയ്ക്ക് പെട്രോൾ വിറ്റത്. ഇതിപ്പോൾ $65 അതിൻ്റെ 20% മിഥൈൽ ചേർക്കുന്നുണ്ട്, പിന്നെ 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം കേട്ട് 110 കുറക്കുന്നുണ്ടാവും. ഇന്ന് ഞാൻ പെട്രോൾ 200 രൂപ പെട്രോൾ അടിച്ച് 2 ലിറ്റർ കിട്ടിയില്ല, 1.9 ലിറ്റർ കിട്ടിയത്.
ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ? വിണ്ടിയോ? അതല്ലേ കള്ളത്തിരുന്നുണ്ട്, ഒത്തുകളിയുന്നുണ്ട്. നിങ്ങൾ എത്ര നാൾ ഒത്തുകളിക്കും? പ്രശ്നങ്ങൾ ഗുരുതരമാകാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ആ വംശഹത്യക്കെതിരെ സ്പെയിനിൽ നിന്ന് മറ്റോ 500ഓളം ചെറിയ കപ്പലുകളായിട്ട് ഭക്ഷണവും ആയിട്ട് വരാണ്. അതുകൊണ്ട് ഇപ്പോൾ എത്തിക്കാണും. അതിൽ അവർ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനത്തെ മനുഷ്യസ്നേഹികൾ ഉണ്ടോ ലോകത്ത് ഇന്നും? അതാണ് ലീലാവതി അമ്മ, നമ്മുടെ അമ്മ ലീലാവതി. അതായത് അവർ പറഞ്ഞില്ലേ, ഇങ്ങനെ കുഞ്ഞു മക്കൾ ജാതി ചെയ്തോട്ടെ, ഏത് രാജ്യക്കാരാകട്ടെ, അവർ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എൻ്റെ ജന്മദിനം ആഘോഷിക്കാനോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നാ അമ്മ പറഞ്ഞിട്ട് എത്ര കുബുദ്ധികളാണ്, എന്തെല്ലാം മോശമാണ് പറഞ്ഞത്. അങ്ങനെ പറയതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.